ഈ ഒരുക്കം കാണുമ്പോഴേ അറിയാം ഞാൻ എങ്ങാണ്ടോട്ടുള്ള പുറപ്പാടിലാന്നല്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, എനിക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാളും ഇഷ്ടം പുറത്തൂടെ അതുവഴിയെങ്കിലും പോകുന്നതാണ്. പക്ഷേ ജസ്റ്റിയും കൊച്ചും ഉള്ളപ്പോൾ അല്ല കേട്ടോ. അവരുള്ളപ്പോൾ എനിക്ക് ഒരിടത്തും പോകുന്ന ഇഷ്ടമില്ല. അവരോട് ഇരിക്കുന്നതിനാണ് ഏറ്റവും ഇഷ്ടമേ. പക്ഷെ അവരില്ലാത്തപ്പം എനിക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര പാടാന്നേ. സമയമൊട്ട് പോവുകയും ജഡുകൂടനെ സ്കൂൾ വിടേണ്ടതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പണിയൊക്കെ തന്നെ പെട്ടെന്ന് തീരും. പിന്നെ എന്നെ ചെയ്യാനാന്നേ, ഇതൊക്കെ തന്നെ ഒരു ആശ്വാസമല്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ എലിസബത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാം, അവരുടെ വെഡിങ് ആനിവേഴ്സറിയാ, ജിപ്സിന് ഗിഫ്റ്റ് വാങ്ങിക്കണം. അത് കേട്ട പാതി കേൾക്കാത്ത പാടി ഞാൻ ചാടി കേട്ടോ. അതിപ്പോൾ ഷോപ്പിംഗ് മോളിലോട്ടല്ല, നരകത്തിലോട്ട് വിളിച്ചാലും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ നേരെ പോയത് മറ്റെങ്ങുമല്ല, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ സ്വന്തം അൽവാദ മോളിൽ. നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളേ. അതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും എടുത്തില്ല, ഞങ്ങൾ നടന്നാണ് പോയത്. അത് തന്നെയല്ല, ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ വളരെ നല്ലതല്ലേ, നടന്നു പോകാൻ എന്നാ സുഖമല്ലേ. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നേരെ അൽവാദ മോളിൽ ചെന്നു. സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വന്നിട്ടേ ഞാൻ ആദ്യമായിട്ട് അൽവാദ മോളിൽ ചെന്നത്. എനിക്കവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കാല് കുത്തിയപ്പോൾ തന്നെ എന്തോ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. അത്ര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അൽവാദ മോള്. എന്ത് നിർത്തില്ല, ഒരു ഭ്രാന്തോ ഒരു വികാരം എന്നൊക്കെ പറയാം. അങ്ങനെ അതുവഴിയൊക്കെ കുറേ അലഞ്ഞിടുന്നു. ഈ അൽവാദ മോളിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻട്രൻസിൽ കയറുന്ന ഉടനെ തന്നെ കോഫി ഷോപ്പാണ്. ടിം ഹോട്ടൻസും കോസ്റ്റയും സ്റ്റാർബക്സും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച. അപ്പോൾ കോഫി ഭ്രാന്തന്മാർക്കൊക്കെ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിക്കുക അല്ലേ. നമ്മൾ നേരെ പോയത് ഗ്യാൻഡിലേക്കാണ്. ഞാൻ അവളോട് പറഞ്ഞു അവിടെ നല്ല പ്രൊമോഷൻ ഉണ്ടാവും, അപ്പോൾ ജിപ്സിന് വേണ്ട അല്ല ആണുങ്ങൾക്ക് വേണ്ട ഷർട്ടും അല്ലെങ്കിൽ ടീഷർട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ. ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇങ്ങനൊരു അക്കടി പറ്റുന്നു. എന്തൊരു അവസ്ഥയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെരുപ്പായിരുന്നേ. അതിൻ്റെ ചെരുപ്പ് പൊട്ടുന്ന ഡെലിസ് ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ കുറേ നാൾ കൂടി ഇട്ടതാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം എനിക്ക് വന്നാൽ ഇവിടെ വന്നിട്ട് ആദ്യത്തെ സംഭവം. നാട്ടിലൊക്കെ വെച്ച് പാവം നമ്മുടെ ഇടയ്ക്കൊക്കെ പൊട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ടി. ഇതുപോലെ പോയ വഴിക്ക് ആരുടെയെങ്കിലുമൊക്കെ ചെരുപ്പ് പൊട്ടി എക്സ്പീരിയൻസ് ഉണ്ടായവരുണ്ടോ? പിന്നെ നമുക്ക് നാണോ മാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ഒരു ചെരുപ്പ് കടയിൽ തന്നെ കയറി കേട്ടോ. നമ്മുടെ അൾഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്സ് ഇല്ലേ, അവിടെ കയറി ചെരുപ്പൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് അൾഡോയുടെ ഗിഫ്റ്റ് വൗച്ചർ വരെ കയ്യിലിരുന്ന. പക്ഷെ അപ്പോൾ പോയപ്പോൾ എടുത്തൊന്നുമില്ല. പിന്നെ പറ്റിയൊരു ചെരുപ്പ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പെട്ടെന്ന് കയറുമ്പോഴേ നമ്മുടെ മനസ്സിന് പറ്റിയ ചെരുപ്പൊന്നും കാണുകയായിരുന്നേ. എനിക്കാണ് ഈ പിങ്ക് കളറില്ലേ, പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ന്യൂഡ് കളർ. ഈ കളറായിരുന്നു ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിൻ്റെ പുറവശം കണ്ടോ, കുറച്ച് ലൂസാണ്. അത് ഇച്ചിരി ഇടുമ്പോൾ നന്നായിട്ട് ലൂസ്. അതെങ്ങനെ ശരിയാവുമല്ലേ? തലയ്ക്കകത്തും ലൂസ് കാലയിലും ലൂസ്, രണ്ടും കൂടെ ശരിയാവത്തില്ല. മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ബ്ലാക്ക് അങ്ങ് എടുത്തേ. സത്യം പറഞ്ഞാൽ എനിക്ക് പിങ്ക് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ പറഞ്ഞു ഇവരുടെ ഈ ഷോപ്പിലില്ല, വേറെ ഷോപ്പിലുണ്ടെന്ന്. അതിപ്പോൾ ആ വേറെ ഷോപ്പ് വരെ നമുക്ക് ഒത്തി നടക്കാൻ പറ്റുമോ അല്ലേ? അല്ലെ ചെരുപ്പ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അത്യാവശ്യ സാധനമായി പോയില്ലേ ചെരുപ്പ്. അങ്ങനെ അവിടെ നിന്ന് ചെരുപ്പൊക്കെ വാങ്ങിച്ച് അപ്പം തന്നെ ലേബലൊക്കെ പൊട്ടിച്ചിട്ടു. അങ്ങനെ അവരുടെ ചെരുപ്പ് ഞാനും ഇട്ടു, എൻ്റെ ചെരുപ്പ് അവർക്കും കൊടുത്തു. കൊള്ളാലോ കളി. എലിസബത്തിനോട് കെട്ടിയവന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാണെങ്കിലും ആദ്യം ഗിഫ്റ്റ് വാങ്ങിച്ചത് എനിക്കാട്ടോ. എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് അങ്ങ് സമ്മാനിച്ചു. കൊള്ളാല്ലേ. ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പട്ടിഷോ മസ്റ്റാണല്ലോ. അങ്ങനെ അവിടുത്തെ മിറർ നോക്കി കുറേ പോസൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ പീച്ച് കളറായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതില്ല എന്നെ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ തമ്മി പേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുത്തോണ്ട് ഇറങ്ങി. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല പരവേശം എടുത്തു കേട്ടോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു കോഫി കുടിച്ചില്ല എങ്ങനെയല്ലേ. നമ്മൾ അൽവാദ മോളിൽ ചെല്ലുമ്പോൾ കോഫിയിലല്ലേ തുടക്കം. അങ്ങനെ നേരെ ടിം ഹോട്ടൻസിൽ കയറി ഒരു കോഫിയൊക്കെ വാങ്ങിച്ച്. എൽസോന് കോഫിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ജി ഷോക്കിലാട്ടോ. നല്ലൊരു വാച്ച് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ്. വാച്ച് ഗിഫ്റ്റ് കൊടുക്കണേ പിന്നെ ജി ഷോക്ക് അല്ലേ ബെസ്റ്റ് അല്ലേ. അങ്ങനെ അവിടെ കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ കയറിയപ്പോൾ ഒത്തിരി നല്ല വാച്ച് ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയി പോയി കേട്ടോ. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ. ചിലർക്കുണ്ട് ജി ഷോക്കിൻ്റെ വാച്ചിനോട് ഭയങ്കര ക്രേസ് ഉള്ളവരല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര ഭ്രാന്തവന് ജി ഷോക്കിൻ്റെ വാച്ച്. എനിക്കൊന്ന് 5-6 വാച്ച് ഉണ്ടെന്ന് തോന്നുന്നു ജി ഷോക്കിന് തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ എന്തിനാ എൻ്റെ ഇഷ്ടം നോക്കുന്നല്ലേ, അവളുടെ ഇഷ്ടമല്ലേ. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെയൊന്നും പറയാം. അങ്ങനെ ഇഷ്ടപ്പെട്ട വാച്ച് എടുത്ത സന്തോഷത്തിൽ ഞങ്ങളൊരു സെൽഫിക്കൊക്കെ പോസ്റ്റ് ചെയ്തേ. അവിടെ ചെന്നപ്പോൾ ഒരു തമാശ ഉണ്ടായി കേട്ടോ. അവിടെ ആ ജി ഷോക്കിൻ്റെ ഷോപ്പിൽ ഒരു മനുഷ്യൻ, ഞങ്ങൾ വിചാരിച്ചു മലയാളിയാണ്, പക്കാ മലയാളി. ഞങ്ങൾ മലയാളത്തിൽ വർത്താനം പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെ ഞങ്ങൾക്ക് മലയാളം മനസ്സിലാകരുത്. ബിക്കോസ് അങ്ങനെ ഗോവക്കാരനായിരുന്നു ഞങ്ങളുടെ ഒരു കാര്യം. അങ്ങനെ ജി ഷോക്കിൽ നിന്ന് വാച്ചൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ H&Mൽ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഞാൻ നോക്കിയക്കൂട്ട് സെയിം ഡെനിമിൻ്റെ ജാക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെ H&Mൽ നിന്ന് ഞങ്ങളൊരു കാർഗോയുടെ പാൻറ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ശരിക്കും ഒരു കാർഗോ പാൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു H&Mൽ പോയത്. അങ്ങനെ H&Mൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ US പോളോയിൽ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര മുട്ടക്കാട്ട സെയിൽ. എനിക്കെല്ലാം തന്നെ വാങ്ങിക്കാൻ തോന്നി. പക്ഷേ അതിൽ മിക്ക ടീഷർട്ടും ജസ്റ്റിക്ക് ഉണ്ടായിരുന്നു. പാൻസിനൊക്കെ ആണെങ്കിലും നല്ല പാൻസ് തന്നെയല്ല കേട്ടോ, എല്ലാ സാധനങ്ങൾക്കും നല്ല പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കി, ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കി. 509 ദിറംസിൻ്റെ സാധനം വെറും
99 ദിറംസിന്. ഇത്രയും വില കുറഞ്ഞൊന്നും US പോളോയുടെ സാധനം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് US പോളോയുടെ സാധനമൊക്കെ ഇപ്പം എനിക്കറിയില്ല പ്രൊമോഷൻ ഉണ്ടോ എന്ന്. ഇടയ്ക്കൊക്കെ പോയി നോക്കണമെന്നേ, നമ്മൾ ഏതെങ്കിലുമൊക്കെ കടയിൽ പ്രൊമോഷനൊക്കെ ഉണ്ടോ എന്ന്. ഷർട്ടൊക്കെ ആണല്ലോ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു ഇനി ഒരു ദിവസം ജസ്റ്റിയെ വിളിച്ചുകൊണ്ട് വേണം. കാരണം ഈ ഷർട്ട് നമ്മൾ വാങ്ങിച്ചാൽ ചിലപ്പോൾ ചിലതൊക്കെ ആണെങ്കിൽ ഇട്ട് നോക്കിയാലേ കറക്റ്റ് സൈസ് അറിയത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റിക്ക് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ ജിപ്സിന് അവിടെ നിന്നൊരു ടീഷർട്ടൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ക്രോക്സും അങ്ങനെ ഒന്ന് രണ്ട് ആക്രൂക്കർ കടകളിൽ കൂടെയൊക്കെ കയറി തെണ്ടി തിരിഞ്ഞ് ഫൈനലി പെണ്ണുങ്ങളുടെ സ്വപ്ന സാമ്രാജ്യമായ സെഫോറയിൽ വന്നു കേട്ടോ. സെഫോറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് പെൺപിള്ളേരാ കയറാതെ പോകുന്നത് അല്ലേ? ഞങ്ങളും കയറി. അങ്ങനെ സെഫോറയിൽ കയറി ഇഷ്ടമുള്ള 1-2 ലിപ്സ്റ്റിക്കും പെർഫ്യൂംസും ഒക്കെ ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സെഫോറയിൽ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പെൺപിള്ളേർ തന്നെ പോകുന്ന നല്ലത്. കെട്ടിയന്മാരെയും കൊണ്ട് പോലെ നമുക്ക് അങ്ങോട്ട് അഴിഞ്ഞാടാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ തന്നെത്താനേ പോയതുകൊണ്ട് നന്നായിട്ടൊന്ന് അഴിഞ്ഞാടാൻ പറ്റും കേട്ടോ. അങ്ങനെ സെഫോറയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഏതൊക്കെയോ ഷോപ്പുകളിൽ പോയി എന്തൊക്കെയോ നോക്കി. ബാത്ത് ആൻഡ് ബോഡി ഷോപ്പിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി. പെണ്ണുങ്ങൾ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയാലേ എവിടെയൊക്കെ കയറുമെന്നും എന്തൊക്കെ വാങ്ങിക്കുമെന്നും ഒരു പിടുത്തവും കിട്ടുകയല്ലേ. നമ്മളെ ചുമ്മാ അഴിച്ച് വിട്ട പോലെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷോപ്പിംഗ് മോളിൽ കൂടെ അഴിച്ച് വിട്ട പോലെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചും കണ്ട് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സ്വന്തമായിട്ട് ജോലി വേണം. അതുകൊണ്ട് ഇനിയും കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരുടെ കേട്ടോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 ഏക്കർ സ്ഥലമുണ്ടോ, 150 പവനുണ്ടോ, വായി 32 പല്ലുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടേ നമുക്ക് അഭിമാനത്തോടെ അന്തസ്സോടെയും ജീവിക്കാം. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യത്തിന് ഞങ്ങൾ മനസ്സിൽ കണ്ടതും മനസ്സിൽ കാണാത്തതുമായ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഷോപ്പിംഗ് ഒക്കെ ഏകദേശം നിർത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് നമ്മുടെ മാക്ഡൊണാൾഡ്സ്. ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളോട് പറയും, അമ്മ ഞങ്ങളെ ഒന്നും കൊണ്ടാതെ നിങ്ങൾ മാക്ഡൊണാൾഡ്സിൽ ഫുഡ് കഴിക്കാൻ പോയല്ലേ എന്ന്. സോറി മക്കളെ, സോറി, നിങ്ങളില്ലാതെ അങ്ങനെ ഒരു കടുങ്കൈ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് ജിപ്സിന്റെ വെഡിങ് ആനിവേഴ്സറി, ജിപ്സിന്റെ അല്ല അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ. G-Shockil നിന്നൊരു വാച്ച്, അൾഡോയിൽ നിന്നൊരു ബെൽറ്റ്, H&M നിന്നൊരു കാർഗോ പാൻറ്, US പോളോയിൽ നിന്നൊരു ടീഷർട്ട്. ഇത്രയും സാധനമാണ് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി എൽസ് വാങ്ങിച്ചത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വാചകടിയൊന്നുമില്ല, ഉള്ളി തീറ്റ മാത്രം. ശരിക്കും ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഫുഡില്ലാത്ത ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ പറ്റത്തില്ല, അന്നമാണല്ലോ ഉന്നം. പിന്നെ ഇത് തന്നെയല്ല, ഞങ്ങളുടെ ഷോപ്പിംഗ് കുറേ മണിക്കൂർ നീണ്ടത് കൊണ്ടേ ഈ ഫുഡില്ലാതെ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാനും പറ്റത്തില്ല. ആൾക്കാരാണ് എന്നോട് ഓൾറെഡി ചോദിച്ചു തുടങ്ങി തീറ്റ അല്ലാതെ വേറെ ഒന്നുമില്ലേ എന്ന്. സഹൃദയരെ ക്ഷമിക്കുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ മാക്സിമം ഞാൻ ഫുഡടി കുറയ്ക്കുന്നതായിരിക്കും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അല്ലെ തന്നെ ഈ വർഷത്തെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വണ്ണം കുറയ്ക്കുക, ഫുഡ് കുറയ്ക്കുക, ഇത് രണ്ടുമാണ്. നടക്കുമെന്ന് ദൈവത്തിനറിയാം. വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞ ആളിലെ ഇരിക്കുന്ന കോളയുടെ കപ്പിൻ്റെ വലിപ്പം കണ്ടോ? കുത്തമിനാറിന് ഇത്രയും വലിപ്പം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് അവിടെ നാൻഡൂസ് ഓപ്പൺ ചെയ്തേക്കുന്നത് കണ്ടോ? അവിടെ പുതിയൊരു ഷോപ്പാണ് കേട്ടോ, അതും ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ. ഇനി ഒന്നും പോകണം. അങ്ങനെ തൽക്കാലത്തേന് ഞങ്ങളുടെ ഷോപ്പിംഗ് വൈൻഡപ്പ് ചെയ്തു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസം, ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും കെട്ടിയന്മാർ നിങ്ങളുടെ ഷോപ്പിംഗ് ഇതുവരെ നിർത്താറായില്ല എന്ന് പോലും വിളിച്ച് ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ. അപ്പം ശരി, പോയിട്ട് വരാം.